ഹലോ മൈ ഡിയർ സ്റ്റുഡൻറ്റ്, വെൽക്കം ബാക്ക് ടു ലേൺ ആൻഡ് ഗ്രോ. അപ്പോൾ ഇന്ന് ക്ലാസ് 7 ഹിന്ദി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ പോലെ തന്നെ ആദ്യം ഒരു പാരഗ്രാഫ് തരും, എന്നിട്ട് ക്വസ്റ്റ്യനും തരും. അത് നന്നായിട്ട് വായിച്ചിട്ട് ആൻസർ എഴുതാനായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ പാരഗ്രാഫ് 2-3 പ്രാവശ്യം നന്നായിട്ട് വായിച്ചിട്ട് ആൻസർ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സൂചനാക്കി ആധാർ പർ ലേക്ക് തയ്യാർ കറോ. ഓക്കെ, അപ്പോൾ ഇവിടെ പേഡ് അല്ലേ, പേഡ് എന്നിട്ട് കുറച്ച് ഹിൻഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് നമുക്ക് കുറച്ച് വാക്യം ഉണ്ടാക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ കുറച്ച് സൂചനകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. पेड़ प्रकृति का वरदान है, सभी जीव जंतुओं को पेड़ फल देते हैं, छाया देते हैं. ഛായ എന്ന് വെച്ചാൽ ഷെയ്ഡ്. ഓക്കെ, ഹം പേടും കാ സംരക്ഷൺ കരോ. നമ്മൾ വൃക്ഷങ്ങളൊക്കെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. എങ്ങനെ നമ്മളൊക്കെ എഴുതാം. അടുത്തതായി പൂരാ കരോ. അപ്പോൾ ഒരു വേർഡ് ഉണ്ട്, അപ്പോൾ അത് പൂര കംപ്ലീറ്റ് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ഇറുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഏതാണ്? ഗർ, പ്യാർ, ഷർ. അപ്പോൾ നമുക്ക് ഓരോ വാക്ക് അവിടെ ഇട്ട് നോക്കാം. അപ്പോൾ പ്യാർ എന്നതാണ് ഒന്നാമത്തെ ശരിയായത്. രണ്ടാമത്തത് ദരക്ത്. ഓക്കെ, ദരക്ത് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ്സ് പേഡ്. നെക്സ്റ്റ് വൺ ദു ഡാഷ് യാ. അപ്പോൾ എന്താണ്? ദുനിയ. നെക്സ്റ്റ് ആ ദ്. ഓക്കെ, ദ് എന്നുണ്ട്. അപ്പോൾ ഖുദ്, നമുക്ക് ഇപ്പോൾ ചാപ്റ്ററിൻ്റെ പേരറിയാം അല്ലേ, ഖുദ് സേ പ്യാർ. അപ്പോൾ ഖുദ് സേ പ്യാർ. നെക്സ്റ്റ് ആ. അപ്പോൾ ആഗ്, ആഗ്, ആഗ്. ആഗിൻ്റെ മീനിങ് എന്താണ്? തീ അല്ലേ. അപ്പോൾ ആഗാണ് ശരിയായത്. ओके, अब नेक्स्ट विवरण पढ़ो, रपट तैयार करो. गांधी जी अहमदाबाद से पैदल चलकर दांडी पहुँचे, खुद नमक बनाकर अंग्रेज़ों का कानून तोड़ा. इस घटना पर समाचार पत्र के लिए एक रपट तैयार करें. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ദണ്ഡി യാത്ര എന്ന ചാപ്റ്ററിൻ്റെ ആണ് അല്ലേ. അപ്പോൾ നോക്കാം എന്താണ് ആൻസർ, എങ്ങനെയാണ് വരാമെന്ന് വെച്ചാൽ, गांधी जी सालों पहले अपने कुछ साथियों के साथ अहमदाबाद से पैदल दांडी नाम के समुद्र के पानी से खुद नमक बनाकर अंग्रेज़ों का खाना कानून तोड़ना चाहता थे. गांधी जी 3 हफ्तों से भी अधिक पैदल चलते रहे. उनके साथ देश भर से लोग आकर जुड़ते गए. നെക്സ്റ്റ് ഇവിടെ ഒരു പോയമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഖുദ് സേ പ്യാറിൻ്റെ ഒരു 8 ലൈൻസ് കൊടുത്തിട്ടുണ്ട്. സൂരജ് അപ്പനി ആഗ് സേ ഇतना प्यार करे कि वह दे सके आग दुनिया को भी. दरख्त अपने फूलों से इतना प्यार करे कि वह दे सके फूल दुनिया को भी. अब कवितांश पढ़ो और प्रश्न के उत्तर लिखो. അപ്പോൾ താഴെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. ദരത് കാ സമാൻ അർത്ഥ വാല ശബ്ദ് ക്യാ ഹെ. ദരത് എന്ന് വെച്ചാൽ എന്താണ്? പേഡ്. ഓക്കെ, പേഡ് വൃക്ഷ്, മരമാണ്. ഓക്കെ, ഫൂലല്ല. ഫൂൽ എന്ന് വെച്ചാൽ പൂക്കൾ, ഫ്ലവേഴ്സാണ്. ഇനി കവി പരിചയ ദേക്കർ കവിതാംശ് കാ ആശയ ലിഖോ. അപ്പം നമ്മൾ ഈ കവിത പരിചയപ്പെടുത്താൻ, അതിൻ്റെ ആശയം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആശയം എഴുതുമ്പോൾ നമ്മളെപ്പോഴും കവിയുടെ പേര് എഴുതണം. ഓക്കെ, ഖുദ് സേ പ്യാർ കവിത ശോഭനാവ് യാദവ് जी ने लिखी है. कविता का मुख्य आशय प्यार है. कवि चाहता है कि सूरज अपनी ऊर्ज, पेड़ अपना फूल और बादल अपना पानी प्रदान करके दुनिया में जीवन के आधार बनाते हैं. हमें भी खुद से प्यार करना है और अपना प्यार दूसरों को देना है. इस प्रकार हमें दूसरों की मदद करनी है. ഓക്കെ, അപ്പോൾ കവി പറയാണ്, നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചാൽ മാത്രമേ മറ്റുള്ളവർക്കും നമ്മൾക്ക് സ്നേഹം കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്ര എഴുതാം. അടുത്തതായി സൂചന ഘടനായ പടേ ക്രം സെ ലിഖെ. അപ്പോൾ ഇത് ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. വേ സബി ലോഗ് രാത് കിസി ഗാവ് മേ കാട്ടെ ഓർ സുബഹ ഫിർ ചൽ പड़ते. इस प्रकार गांधी जी ने पूरे देश को अंग्रेज़ों से मुक्त होने का रास्ता दिखा दिया. यात्रा के दौरान हजारों लोग जुड़ते गए. गांधी जी पैदल दांडी के समुद्र किनारे चल पड़े. समुद्र के पानी से नमक बनाकर अंग्रेज़ों का कानून तोड़ा. അപ്പോൾ എങ്ങനെയാണ് ഇത് ക്രമത്തിൽ എഴുതാ? ഓക്കെ, അപ്പോൾ ഇവിടെ അതിൻ്റെ കറക്റ്റ് ഓർഡർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ശരിയായ ഓർഡർ.
അടുത്തത് നോക്കാം. एशिया का सबसे साफ सुथरा गांव है मावलिनोंग. यह मेघालय में है. इस छोटे से गांव में प्लास्टिक पूरी तरह से प्रतिबंधित है. पूरे गांव में जगह जगह बांस से बने हुए डस्टबिन लगा गई है. महिला, पुरुष और बच्चों समेत किसी भी गांव वाले के अगर कहीं गंदगी नज़र आती है तो वे फौरन सफाई में लग जाते हैं. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മാവലിംഗ്നോൻ കഹാ ഹെ. അപ്പോൾ എവിടെയാണ് ആദ്യം നമുക്ക് നോക്കാം. ഗാവ് ഹെ മാവലിംഗ്നോൻ യഹ് മേഘാലയ മേ ഹെ. അപ്പോൾ മേഘാലയ. ഓക്കെ, മാവലിന്നോं के लोग गाँव से साफ रखने के लिए क्या क्या करते हैं. അവരുടെ ഗ്രാമം സാഫ് നല്ല വൃത്തിയായി സൂക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യും? അവിടെ പറഞ്ഞിട്ട് പൂരെ ഗാവ് മേ ജഗ ജഹ് ബാം സെ ബനെ ഹുയെ ഡസ്റ്റ്ബിൻ ലഗാ ഗയി ഹെ അല്ലേ. ഗ്രാമത്തിൻ്റെ എല്ലായിടത്തും ബാംബൂവിലുണ്ടാക്കിയ ഡസ്റ്റ്ബിന്ന് വെച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ महिला, पुरुष और बच्चों समेत किसी भी गाँव वालों को अगर कहीं गंदगी नज़र आती है तो वो फ़ौरन सफाई में लग जाती है. അപ്പോൾ ഇങ്ങനെ കുട്ടികൾക്കോ സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ ആർക്കും എന്തെങ്കിലും വൃത്തികേട് കണ്ടാൽ അവർ പെട്ടെന്ന് തന്നെ ഫോറൻ സഫായി മേ ലഗ് ജാതി, പെട്ടെന്ന് തന്നെ അവിടെയൊക്കെ വൃത്തിയാക്കും. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും നാളത്തെ ഹിന്ദി എക്സാമിന് ഓൾ ദി ബെസ്റ്റ് ഫോർ എവറി വൺ. അപ്പോൾ എൻ്റെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു ക്ലാസ്സുമായിട്ട് കാണാം. ടിൽ ദെൻ ബൈ.